ഒരു ചെറിയ ഒരു ടിക്കറ്റ് എടുക്കാണ്ട് ഷോ കിട്ടി പറഞ്ഞിട്ടിരിക്കട്ടെ. മനസ്സിലായ ടിക്കറ്റ് എടുക്കാണ്ട് ഷോ കാണിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്ത് വൈറലാവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ളതാണ്. പച്ച മലയാളത്തില് പല ആളുകളും പലതും പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു അപരാധം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അത് തുമ്പി എന്നോ മറ്റോ ആണ് പേര്. ശരീരത്തിലെ ക്ലീവേജ് കാണിക്കുക, ആ ക്ലീവേജ് കാണിച്ചതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുക. അവരുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ ക്ലീവേജ് ആണ്. അത് കാണിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തരംഗം സൃഷ്ടിക്കാം. യുവാക്കളായിട്ടുള്ള യുവാക്കൾ മുഴുവൻ തുമ്പി എന്ന് പറയുന്ന പെണ്ണിന്റെ പിന്നാലെ അപ്പോൾ തന്നെ ന്യായീകരിക്കാൻ പല ആളുകളും എത്തുന്നുണ്ടോ. ചില ആളുകൾ പറയുന്നുണ്ട് തുമ്പിയെ കാണിച്ചുകൊണ്ടെന്ന പ്രശ്നം, അതേപോലെ കാണിക്കുന്ന വേറൊരാളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു കാണിച്ചിരുന്നത് അരുണിമ എന്ന് പറയുന്ന ഒരു യൂട്യൂബറെയാണ്. അരുണിമ ഒരു വ്ളോഗറാണ്. ലോകം മുഴുവൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവരുടെ ചില വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഇവരും ഇങ്ങനെയല്ലേ റീച്ച് ആകുന്നു എന്നാണ് ചോദിക്കുന്നത്. അല്ല, അവര് ആദ്യമായി തുടങ്ങിയത് ഫുഡ് വ്ളോഗുകളായിരുന്നു. ഫുഡ് വ്ളോഗ് തുടങ്ങി പിന്നീട് അവർ നാച്ചുറൽ വേഷവിധാനത്തെ പലപ്പോഴും പല ആളുകളും ഇവിടുത്തെ ട്രോൾ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ അവരുടെ പണി ക്ലീവേജ് കാണിക്കലല്ല. ഒറ്റയ്ക്ക് കണ്ണി കണ്ട ഏതെങ്കിലും വാഹനത്തിനൊക്കെ കൈ കാണിച്ച് അപാരമായ ധൈര്യമുള്ള ആ പെൺകുട്ടി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ഈ ഒരു അടുത്ത സമയത്തേക്ക് ഏകദേശം 10-20 രാജ്യങ്ങൾ ആ ഒരു പെൺകുട്ടി യാത്ര ചെയ്ത് തീർത്തു നടത്താം. എന്നാൽ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലേക്ക് വളരെ പെട്ടെന്ന് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വൈറലാവാൻ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബ്രസ്റ്റിൽ ക്ലീവേജ് ചെറുതായിട്ടൊന്ന് തുറന്നിടണം എന്ന് മാത്രമാണ്. ഇവിടെ നടക്കുന്നത് ആരും ചിന്തിക്കാത്ത ഒരു കാര്യം ഈ ഒരു പെൺകുട്ടി അങ്ങോട്ട് വിളിച്ചു പറയാണ്. അന്തം വിട്ടു പോകും. ഞാൻ ഒന്നുമില്ലെങ്കിൽ കാണിച്ചു തരാം. ഇത് പറയുന്നത് ടിക്കറ്റ് എടുക്കാതെ ഷോ കിട്ടിയെന്നാണ്. എന്താണ് ആ ഷോ? ചേടാ എവിടെ എവിടെ അങ്ങനെയല്ലല്ലോ. ആ സാധനം നല്ല രസം കിട്ടോ. വീഡിയോ അല്ലേ? ഞാൻ അതിന്റെ ഇതിലാ വന്നു. ഓക്കെ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാണ്ട് ഷോ കിട്ടി പറഞ്ഞിട്ടിരിക്കട്ടെ. അതായത് ഇവര് ടിക്കറ്റ് എടുക്കാതെ ഷോ കിട്ടി എന്ന് പറയുന്നത്, ടിക്കറ്റ് എടുത്ത പല ആളുകളും ഈ വീഡിയോസ് കാണാൻ പോകാറുണ്ട്. അഡൾട്ട്സ് ഓൺലി ഫിലിംസ് കാണാൻ പോകാറുണ്ട്. എന്ന് വെച്ചാൽ സെക്ഷൽ കണ്ടന്റുള്ള വീഡിയോസുകൾ. അഡൾട്ട്സ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ കണ്ടന്റുള്ള വീഡിയോ മാത്രമല്ല എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എന്നാൽ സെക്ഷൽ കണ്ടന്റുള്ള വീഡിയോസ് കൂടി അഡൾട്ട്സ് ഓൺലി വീഡിയോ എന്ന് നമുക്ക് പറയാം. അത്ര സംഗതികൾ കാണാൻ വേണ്ടിയിട്ട്, അത്ര സിനിമകൾ എടുത്ത് കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ആളുകൾ പോകാറുണ്ട് ഉണ്ടെന്നേ. അപ്പൊ ഇവിടെ ഇവരൊന്ന് കുനിഞ്ഞിരുന്ന സമയത്ത് തൊട്ടു മുമ്പിൽ ക്യാമറമാൻ നിൽക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ പറയാം, ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണം, ഈ സമയത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യരുത്. ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയുന്നതിനൊക്കെ മുമ്പ് തന്നെ അവർ കുനിഞ്ഞു നിൽക്കുന്നു. അവർ മുടിയോ എന്തൊന്ന് ശരിയാക്കുന്നു. പിന്നീട് അവർ എഴുന്നേറ്റിക്കുന്നു. എന്നിട്ട് ഇതാ ഈ ഒരു പച്ച ചിരി ഇരിച്ചിട്ട് അവർ പറയുകയാണ്, ടിക്കറ്റ് എടുക്കാതെ ഒരു ഷോ കിട്ടിയല്ലേ ക്യാമറമാൻ ചേട്ടാ. അത് കേൾക്കുമ്പോൾ ക്യാമറമാൻ ചേട്ടൻ പറയുന്നത്, ഓ ഇതൊക്കെ എന്തോന്ന് ഷോ എന്നതിലേക്കാണ് അപ്പൊ ക്യാമറമാൻ ചേട്ടൻ വർത്തനം പറയുന്നത്. കേട്ടോ, ഒരു ടിക്കറ്റ് എടുക്കാണ്ട് ഷോ കിട്ടി പറഞ്ഞിട്ടിരിക്കട്ടെ. അപ്പോ മറ്റവൻ പറയുന്നു, ഇതൊക്കെ നമ്മളൊക്കെ എന്നും കാണാറുള്ളതല്ലേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ അവർ മറ്റു വീഡിയോസിൽ കൂടി ഇപ്പോൾ ഗംഭീര വൈറലാണ്. ഇങ്ങനെ കുറെ എന്തൊക്കെയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു. എന്തായാലും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസിലൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും ഇവര് വൈറലാകാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളാണ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുന്നത്, വൈറലാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് വൈറൽ ആവുക എന്നുള്ളതാണ്. ഇവിടെ ഇവർക്ക് തന്നെ അറിയാം
ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പോൾ വൈറലാവാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവർ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നു. വീടിലാകുമെന്ന് കണ്ടു എന്ന് അവർക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ പറയുന്നു ടിക്കറ്റ് എടുക്കാതെ ഷോ കിട്ടിയല്ലേ. അവർക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഈ പറഞ്ഞൊക്കെ കട്ട് ചെയ്യാം, അതൊന്നും പറഞ്ഞിട്ടില്ല, വീഡിയോ പുറത്താണ്, എല്ലാവരും കാണുന്നുണ്ട്, ഇവർ വളരെ പെട്ടെന്ന് വൈറലാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു പ്രത്യേക തരം ലോകം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ബൈ.